ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ പച്ചമാങ്ങ സൈഡിഷ് റെസിപ്പി ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിനായി ഞാൻ ചെറിയൊരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കുക. ഇനി അടുത്തതായി അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 4 വറ്റൽമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി എടുത്തിട്ട് അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ പച്ചമാങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുക്കുകയാണ്. നന്നായി ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വേണം അരച്ചെടുക്കാൻ. ഇനി അതിലേക്ക് ചിരകിയ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണേ. ഇനി ചട്ടി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുക. എന്നിട്ടൊരു 4 വറ്റൽമുളകും കൂടി ചേർത്ത് വറ്റൽമുളകിൻ്റെയും ഉലുവയുടെയും കളറ് മാറുന്നത് വരെ വറുത്തെടുക്കുക. ഇനി അത് തണുത്തതിന് ശേഷം നൈസായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇനി അതേ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കളറ് മാറുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പച്ച തേങ്ങയില്ലേ അതിട്ട് കൊടുക്കുക. ഈ പച്ച തേങ്ങയോടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണേ. പച്ചമാങ്ങയുടെയും തേങ്ങയുടെയും വെള്ളം വറ്റുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചമാങ്ങ സൈഡിഷ് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.